ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി കാണുന്നില്ല ആൾക്കാർ. അതിന്റെ പ്രേക്ഷകരെ പറ്റി പറയുവാണെങ്കിൽ ലോകം മുഴുവൻ ഇങ്ങനത്തെ പ്രേക്ഷകരുണ്ട്. അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ IQ എടുത്തു. IQ ഒരു എബവ് ആവറേജ് ആൻഡ് എബവ് ആവറേജ് ആളുകൾക്ക് ഇത് ഒത്തിരി ഇഷ്ടപ്പെടത്തില്ല. IQ ലെവൽ കുറഞ്ഞ ആളുകളുണ്ട്, അവർക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെ EQ ഉണ്ട്. ആ EQ ലെവലും കുറഞ്ഞ ആളുകൾക്ക്, ബിലോ ആവറേജ് ആളുകൾക്ക് മാത്രമേ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടിക്ക് ഇങ്ങനെ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് കൂടുതലായി പോകുന്നത് എബോ ആവറേജ് ആൻഡ് എബോ ആവറേജ് എന്ന് പറഞ്ഞ ഇതിൽ പെടുന്ന അത് IQ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, അല്ലെ ജീവിതാനുഭവങ്ങൾ കൂടുതലെന്ന് വിചാരിച്ചു. അതും ഇതൊക്കെ തന്നെ ഇവർ പറഞ്ഞ ഈ രണ്ടെണ്ണം ഇപ്പൊ പറയുന്നുള്ളൂ. അതുകൊണ്ടാകട്ടെ, എനിക്ക് അതിൽ കൂടുതൽ അറിയത്തുമില്ല. രണ്ടെണ്ണം മതി പോരെ. അപ്പോൾ ഇതിനകത്ത് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ ആളുകൾക്ക് പറ്റത്തില്ല. എനിക്ക് IQ കുറവാണെങ്കിൽ EQ കുറച്ച് കൂടുതലാണ്. കാരണം എന്നെ അങ്ങനെ എനിക്ക് ഇമോഷണലി പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊന്നും കണ്ടാൽ എനിക്കൊന്നും തോന്നുന്നില്ല. ഇവിടുത്തെ പടങ്ങൾ പോലും ഇഷ്ടപ്പെടുന്നില്ല, എന്റർടൈൻ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നുന്നില്ല ഇവിടുത്തെ സിനിമകളൊന്നും. മിക്കത് ഈ ഇമോഷണൽ ഡ്രാമ അങ്ങനത്തെ പരിപാടിയൊന്നും പിടിക്കുന്നില്ല. അതുപോലത്തെ ആളുകളുണ്ട്, അതിൽ കുറ്റോ കുറവോ ഒന്നും അല്ല, പക്ഷെ ഇച്ചിരി കുറവാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ഡെയിലി ലൈഫിലൊക്കെ ഇത് പലയിടത്തും ഇങ്ങനെ ബാധിക്കും. ഇവിടുത്തെ ആളുകളുടെ മൊത്തത്തിലുള്ള പ്രശ്നങ്ങളിലൊന്ന് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ ഡെയിലി ലൈഫിൽ പ്രശ്നങ്ങൾ, റോഡിൽ പ്രശ്നങ്ങൾ, മര്യാദ ഇല്ലായ്മ, പേഷ്യൻസ് ഇല്ലായ്മ, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇവർക്കുണ്ട്. അതേസമയം ഇത് ബ്ലോഗാക്കി ഇതിന്റെ റിവ്യൂ എടുത്ത് അങ്ങനെ എന്റർടൈൻ ചെയ്യുന്ന വേറൊരു ടീമുണ്ട്. അവർക്കും അറിയാം, അവർക്ക് മനസ്സിലായി ഇങ്ങനെ വ്യൂവേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്രയും ആളുകളുണ്ട്. അപ്പോൾ അവരെ ഇവർ എന്റർടൈൻ ചെയ്യുന്നതിനോടൊപ്പം യൂട്യൂബിലൊക്കെ റവന്യൂ കിട്ടുന്ന രീതിയിൽ നല്ല റവന്യൂ. എന്നോട് ഒത്തിരി പേര് പറഞ്ഞു ബിഗ് ബോസിന്റെ റിവ്യൂ ഇടാമെങ്കിൽ ഇവരെല്ലാം വന്ന് കാണും. അങ്ങനത്തെ കാണുന്ന വ്യൂ ഇതുപോലത്തെ പരിപാടി കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലത്തെ ആളുകൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. മനസ്സിലായോ? ഇപ്പൊ എൻഡമൽ ഷൈൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആംസ്റ്റർഡാമിലും കണ്ട ഈ കമ്പനിയെന്ന് തോന്നുന്നു ഈ വേൾഡ് വൈഡ് ബിഗ് ബോസ് നടത്തുന്ന ഈ അവരുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് ആയത്. അപ്പോൾ ഇവർ ഇന്ത്യയിൽ പല ഏഷ്യാനെറ്റുണ്ട്, ഏഷ്യാനെറ്റാണ് അവർക്ക് കൊളാബറേഷൻ തോന്നുന്നു. എന്താണെങ്കിലും എന്തോ കോൺട്രാക്ട് എനിക്കറിയത്തില്ല അതിനെ പറ്റിയെന്ന് എന്താണ്. അപ്പോൾ അങ്ങനെ ഓൾ ഇന്ത്യ ചെയ്യുന്നുണ്ട്. ചൈനയിൽ എനിക്ക് തോന്നുന്നില്ല ഇവർക്ക് കയറാൻ പറ്റുമെന്ന്. കൊറിയ കേട്ടത്തില്ലായിരിക്കും. ബാക്കി ഏതൊക്കെ രാജ്യത്തുണ്ടോ അവിടെ എല്ലാം ഇപ്പോൾ ഈ D4 ഡാൻസ് പോലത്തെ പരിപാടി, അമേരിക്കൻ സ്കോട്ട് ടാലൻസ്, ബ്രിട്ടൻ സ്കോട്ട് ടാലൻറ്റ്, ഇന്ത്യൻ സ്കോട്ട് ടാലൻറ്റ് എന്നൊക്കെ പറഞ്ഞ് വേറെ പരിപാടി ഓടുന്നുണ്ട്. അത് ഡാൻസ്, പാട്ട്, മറ്റ് പെർഫോമൻസ്, സ്റ്റേജ് പെർഫോമൻസ് ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ സ്പോർട്സ് ഇവന്റ്സ് അങ്ങനെ പലതുണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ ക്രിക്കറ്റ്, ഫുട്ബോൾ, ISL, PSL എന്നൊക്കെ പറഞ്ഞ പരിപാടി ഉണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിക്കകത്ത് ഇതുപോലൊരു പരിപാടി കണ്ടുപിടിക്കുകയാണ് ഒരാൾ, പുതിയൊരു പരിപാടിയാണ്. അപ്പോൾ അതിന് അവരെപ്പോഴും ടാർഗറ്റഡ് ഓഡിയൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ നോക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവർക്ക് ഏറ്റവും കൂടുതൽ ഓഡിയൻസ് ഉള്ള ഇന്ത്യയിലായിരിക്കും. അത് പോപ്പുലേഷൻ കൊണ്ട് മാത്രമല്ല. എന്നാൽ ഈ റേഷ്യോ നോക്കി കഴിഞ്ഞാൽ മറ്റ് ഇപ്പോൾ വികസിത രാജ്യങ്ങളിൽ ഇതേപോലത്തെ ജീവിതമുള്ള ആൾക്കാർ അവിടെ ഉണ്ട് കേട്ടോ. ഒരു ഡെവലപ്ഡ് കൺട്രിയിൽ എല്ലാവരും അങ്ങ് ഇന്റലക്ച്വലി ഭയങ്കര ഹൈയും ഇമോഷണലി ഭയങ്കര സ്റ്റേബിൾ ഒന്നും പറയുന്ന ആൾക്കാരല്ലല്ലോ. ഇത് മാത്രമല്ല എന്റർടൈൻമെന്റിലാണ് നിൽക്കുന്നത്, വേറൊന്നുമല്ല. മറ്റേ ഇൻഫോർമേറ്റീവോ അല്ലെങ്കിൽ മറ്റേ സ്പോർട്സ്, അത്ലറ്റിക്സ് ഒന്നും വരുന്നില്ല. ഒരു ടൈപ്പ് കോമ്പറ്റീഷൻ നടക്കുന്നില്ല റിയൽ ആയിട്ട്. പക്ഷെ അവിടെ ചുമ്മാ ഫേക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ റെസ്ലിംഗ് പോലെ, റെസ്ലിംഗിൽ ഭയങ്കര ഇടിയാണെന്നൊക്കെ തോന്നും, പക്ഷെ അതിനകത്ത് ശരിക്കും ഫൈറ്റ് നടക്കുന്നില്ല. MMA ഒക്കെ വരുന്നതോടുകൂടി ഈ WWF ഒക്കെ സത്യത്തിൽ തീർന്നുപോയി. ഇതൊന്നും ശരിക്കും ഇപ്പോഴത്തെ പിള്ളേരൊന്നും അത് കാണുന്നില്ല. പണ്ടൊരു കാലത്ത് ബോക്സിംഗ് ഒക്കെ റിയൽ ആയിരുന്നു. ബോക്സിംഗ് കാണാൻ അതുപോലത്തെ പ്രേക്ഷകരാണ് ഉള്ളത്. അതേസമയം ഈ ടൈപ്പ് ആൾക്കാരുണ്ട് ഇങ്ങനത്തെ ഇച്ചിരി എവിടെയോ ഞാൻ പറഞ്ഞില്ല, ഈ റേറ്റിംഗിൽ ഒരു 10ൽ 3-4 മാർക്ക് വരെ മാക്സിമം കിട്ടുന്ന ടൈപ്പ് IQ ലെവലുള്ള ആളുകളുണ്ട്. അവർ ചിലപ്പോൾ WWF പിന്നെയും കണ്ടു കാണും. ഇത് മനസ്സിലായിട്ട് കുറച്ച് കണ്ടു കഴിഞ്ഞാൽ ഇത് നിർത്തും. ഞാനിത് ഈ TV ഷോ പൊതുവെ ഞാൻ കാണാറില്ല, TV കാണാറേ ഇല്ല. TVയിലുള്ള പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ അത് അവരുടെ ടൈമിങ്ങിനും അത് ഇതൊക്കെ പ്രശ്നങ്ങളുണ്ട് നമ്മളുമായിട്ട്. അപ്പോൾ അത് നടക്കാറില്ല. പിന്നെ ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇതിന്റെ ചെറിയ ക്ലിപ്പ് വരുമ്പോഴാണ് ഈ ബിഗ് ബോസ് ഷോയുടെ ക്ലിപ്സ് ഞാൻ കണ്ടാക്കുന്നത്. പിന്നെ ഓരോ പ്രശ്നം ഉണ്ടാക്കും. ഇപ്പോൾ എന്താ പറയണ്ടേ, അഖിൽമാരാർ മധുവിനെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞ സാധനം വരുമ്പോൾ, പിന്നെ മിലിറ്ററിയെ പറ്റി എന്തോ മറ്റേ മിഥുൻ എന്ന് പറഞ്ഞ പറയുമ്പോൾ, ജസ്ല മാളശ്ശേരി കയറുമ്പോൾ, പിന്നെ ആരാ വേറൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ആദ്യത്തെ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് എല്ലാവരും ഇച്ചിരി കൊള്ളാവുന്ന ആളുകളായിട്ട് ഉള്ള, അവർ പൈസ മേടിച്ചിട്ട് ഈ ഷോയ്ക്ക് വന്ന് കയറി ഇതൊന്ന് റീച്ച് ആക്കി കൊടുക്കുന്ന പരിപാടിയാണ് നടത്തിയത്. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് കാണുന്നത് മൊത്തം ഈ പറഞ്ഞ യൂട്യൂബേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ് അല്ലാത്ത എന്തെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ ചെയ്തവർ, ഇങ്ങനെയുള്ളവരെ വലിച്ചുകൊണ്ട് വരാൻ തുടങ്ങി. അപ്പോൾ നേരത്തെ ഇത് കണ്ടെന്തോ വലിയ സ്റ്റാർ വാല്യൂ ഉള്ള ഒരു പരിപാടിയാണെന്ന് തോന്നിച്ചെങ്കിൽ മാത്രമേ ഇനി ഇങ്ങോട്ട് വരുന്ന ഒരു സ്റ്റാർ ആണെന്ന് പിന്നുള്ളവർക്ക് തോന്നുള്ളൂ, ഇത് കണ്ട് ശീലിച്ചവർക്ക്. അതുകൊണ്ടാണ് പിന്നീട് വന്ന ആൾക്കാരൊക്കെ എന്തോ വലിയ സംഭവം പോലെയൊക്കെ അങ്ങ് പ്രതിഷ്ഠിക്കുക. എന്നിട്ട് വലിയൊരു അവാർഡ് പോലത്തെ സാധനം കൊടുക്കുന്നു, കാശ് ഇത്ര കൊടുത്തു എന്ന് പറയുന്നു. അത്രയും തന്നെ കൊടുത്തോ ഇല്ലയോ എന്നും നമുക്കറിയത്തില്ല, എത്ര പേർക്ക് ഇത്ര പൈസ കിട്ടിയെന്ന് അറിയത്തില്ല. പിന്നെ ഇതുമായിട്ട് ജീവിക്കാൻ ഉദ്ദേശിച്ചവർക്ക് ഇതുകൊണ്ട് പ്രയോജനമുണ്ട് പിന്നീട്. ഏതാ ഇതേ പരിപാടി ഇതേപോലെ എന്താ ഉദ്ഘാടനമോ സ്റ്റേജ് ഷോസോ അതിനെല്ലാം പോയി ഒന്നും അറിയത്തില്ലെങ്കിലും സ്വന്തം പേരാണെങ്കിലും അരച്ച് വിളിച്ചു പറയുമ്പോൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ലാഭമായിട്ട് കൂട്ടാം. അതും ഒരു ഷോർട്ട് പീരീഡ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഇതൊരു 2 വർഷത്തിൽ കൂടുതൽ ഒരാൾ പോകത്തില്ലെന്നുള്ള കാര്യം ഇതിന്റെ പരിപാടി തുടങ്ങുമ്പോഴേ നമുക്കറിയാം. കാരണം ഐഡിയ സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞ സാധനം അവർക്ക് വന്നപ്പോൾ എല്ലാവരോട് എന്തോ വിചാരിച്ച് ഐഡിയ സ്റ്റാർ സിംഗർ പാടുന്നവരൊക്കെ ഇനി കേരളത്തിലെ എല്ലാ സിനിമകളിലും ഇനി അവിടുത്തെ ഫസ്റ്റ് അടിച്ചവനും സെക്കൻഡ് അടിച്ചവനും തേർഡ് അടിച്ചവനും ഇതിനകത്ത് പെർഫോം ചെയ്തവർ ആരെങ്കിലും ഒക്കെ ആയിരിക്കും വിചാരിക്കും. അവർക്ക് ഗാനമേള പോലും കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ അതിൽ നിന്ന് 1-2 പേര് ചിലപ്പോൾ കഷ്ടിച്ച് കയറി പോലും ഒരു 1000 പേര് വരുമ്പോൾ അവർ ചിലപ്പോൾ നല്ല കഴിവുള്ളവർ പിന്നീട് വേറെ വഴിക്കാണെങ്കിൽ ചിലപ്പോൾ എപ്പോഴെങ്കിലൊക്കെ കയറി പോകേണ്ടവരായിരിക്കാം. പിന്നെ ഇങ്ങനത്തെ ഒരു അവസരം കൊടുക്കുന്നത് നല്ലതാണ് കലാകാരന്മാർക്ക് ഓക്കെ പെർഫോം ചെയ്യാൻ, ഇതുപോലത്തെ ആൾക്കാർക്ക് പെർഫോം ചെയ്യാൻ ഇതൊക്കെ രസമാണ്. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മാനസികാവസ്ഥ ഉണ്ടല്ലോ, ആ മാനസികാവസ്ഥ ഉള്ള ആൾക്കാരുടെ എണ്ണം കേരളത്തിൽ കൂടുതലാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്.
ഇതൊരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി അല്ല. വളരെ കുറച്ച് പേര് ഈ യൂട്യൂബ് ഫേസ്ബുക്കും തിരഞ്ഞു നിൽക്കുന്നവരും ഈ പറഞ്ഞ ടിവിയിലൂടെ എന്റർടൈൻമെന്റ് എടുക്കുന്നവരും ഒക്കെ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് എനിക്കൊന്നൊരു മറ്റ് രാജ്യങ്ങളിൽ ചിലപ്പോൾ ഒരു 3% ആൾക്കാർ മാത്രമേ ഇതുപോലത്തെ പരിപാടി കണ്ടുകൊണ്ടിരിപ്പുണ്ടാകത്തുള്ളൂ. അവർക്ക് അതിനുള്ള സമയം ഉണ്ടാകത്തുള്ളൂ, അവർക്ക് അതിനുള്ള മാനസികാവസ്ഥ ഉണ്ടാകത്തുള്ളൂ, അവരെ അത്ര ഐഡിയലായിട്ട് ഇരിപ്പുണ്ടാകത്തുള്ളൂ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പക്ഷേ ഇവിടെ അങ്ങനെയാണോ? ഇവിടെ എനിക്കൊന്നൊരു 60% ആൾക്കാർ ഈ പരിപാടി കണ്ടിട്ടുണ്ട്, കാണുന്നുണ്ട്. അതുകൊണ്ടാണ് മോഹൻലാൽ അവിടെ നിൽക്കുന്നത്. മോഹൻലാൽ നിൽക്കുമ്പോൾ തന്നെ കുറെ പേര് വരുന്നുണ്ട്. ഇതിന് നല്ല റീച്ചും ഉണ്ട്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഇവർക്ക് പൈസയുടെ കാര്യത്തിലാണെങ്കിലും ഭയങ്കര ലാഭമുള്ള കച്ചവടമായി പോകുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, മറ്റ് രാജ്യങ്ങൾ പുരോഗമിച്ചിരിക്കുന്നതിന്റെ കാരണം തന്നെ ഇങ്ങനെ പ്രോഗ്രാം ഇല്ലാത്തതല്ല. അവിടെ ഇങ്ങനെയുള്ള ആളുകൾ ഇല്ലാത്തതുകൊണ്ടാണ് ആ പ്രോഗ്രാം കാണാൻ ആളില്ലാത്തത്. അവർക്ക് വേറെ പണിയുണ്ട്, അവർക്ക് വേറെ എൻഗേജ്മെന്റ്സ് ഉണ്ട്, എന്റർടൈൻമെന്റ് ആണ്, കുറച്ചുകൂടെ വേറെ ലെവൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അതുകൊണ്ട് എന്താ അവിടുത്തെ മെയിൻ പരിപാടി അല്ല ഇതൊന്നും. ഇന്ത്യയിലേക്ക് വരുമ്പോഴാണ്, കേരളത്തിലേക്ക് ഇതാണ്ട് വലിയ വാറ് പോലാക്കിയില്ലേ. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കണം, നമ്മള് എന്തോരം അധപ്പതിച്ചു പോയെന്ന്. മനസ്സിലായി? സൊസൈറ്റി അധപ്പതിച്ചതിന്റെ ഒരു ഡേറ്റ വേണം നമുക്ക് എടുക്കാൻ പറ്റില്ല. നീ അധപ്പതിച്ച ആൾക്കാരെ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഏഷ്യാനെറ്റിലെ ഈ പരിപാടി വ്യൂവേഴ്സിനെ സ്ഥിരമായി കാണുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചാൽ മതി, അവരെ കണ്ടെത്തിയാൽ മതി. നല്ല പൊട്ടനെയും നല്ല മണ്ടനെയും നല്ല വെളിവില്ലാത്തതിനെയും നല്ല വട്ടമുള്ളതിനെ കണ്ടുപിടിക്കാൻ പറ്റും, ഉറപ്പാ. അല്ലാത്ത ഒരാൾക്ക് പറ്റുമെന്ന് തോന്നുന്നു. നിങ്ങൾ ആരെങ്കിലും ഇത് കാണാത്തവരൊന്ന് ചിന്തിച്ച് നോക്കി. കാണുന്നവരോട് പറഞ്ഞാൽ അവർ ചിലപ്പോൾ ഭയങ്കര ഒഫൻഡഡ് ആവുകയോ അല്ലെങ്കിൽ അവർ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുകയോ, ഇപ്പോൾ അവനാ വലിയൊരാൾ, അവൻ അങ്ങനത്തെ ഇങ്ങനത്തെ എന്നൊക്കെ പറഞ്ഞ് ഇത്തിരി സാധനമായിട്ട് പ്രതിരോധിക്കും. അപ്പോൾ നീ വലിയ മറ്റവനായിരിക്കാം, ഞങ്ങൾ അങ്ങനത്തെ ഞങ്ങൾ കണ്ടോളാം, നീ ആണോ എന്നൊക്കെ പറഞ്ഞ ടൈപ്പ് പ്രതിരോധവും പരിപാടിയൊക്കെ ആയിരിക്കും. അല്ലാതെ ഇത് കാണാത്ത ആൾക്കാർ ഈ വീഡിയോ കാണുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. ഇവർക്കെന്ത് കുഴപ്പമുള്ളതായിട്ട് തോന്നിയിട്ടില്ലേ? അവർക്കത് തോന്നത്തില്ല. ഒരു മാനസിക രോഗിക്കും ഇന്നേ വരെ അയാൾക്ക് മനസ്സിലായിട്ടില്ല അയാൾക്ക് മാനസികമായിട്ട് രോഗമുണ്ടെന്ന്. അത് വേറൊരാൾക്കെ മനസ്സിലാകത്തില്ല. ആ രോഗത്തിന്റെ ഒരേ ഒരു പ്രശ്നം അത്. ആ രോഗിക്ക് സ്വയം പോയി ചികിത്സിക്കാൻ തോന്നത്തില്ല, ആ രോഗിക്ക് സ്വയം ആ മരുന്ന് കഴിക്കാൻ പറ്റത്തില്ല. അയാളെ ടേക്ക് കെയർ ചെയ്യാൻ ഒരാൾ വേണം. ക്യാൻസറോ അല്ല മാരകമായ എന്ത് മറ്റസുഖം വന്നാലും എല്ലുടിഞ്ഞാലും കണ്ണിന് കാഴ്ച പറഞ്ഞാലും എല്ലാം ആ രോഗി സ്വയം ചികിത്സിക്കാൻ പോകും. വേറെ ഏത് രോഗം സ്വയം ചികിത്സിക്കാത്ത? പറ, എവിടെ അങ്ങനത്തെ വല്ല അസുഖമുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഈ പരിപാടി മോശമാണെന്നോ അല്ലെ നമ്മൾ ഇതിനെപ്പറ്റി പറയുക ചെയ്താൽ അവർക്ക് ഇങ്ങനത്തെ പ്രതിരോധങ്ങളാണ്. അല്ല, അവരാകെ ചെയ്യാൻ പോകുന്നത് ഇങ്ങനത്തെ രീതിയിൽ അങ്ങ് പോകും. ആര് പറഞ്ഞാലും വിശ്വസിക്കാൻ പറ്റത്തില്ല ഇവർക്ക്. അപ്പൊ അങ്ങനെയുള്ളവരുടെ എണ്ണം എന്തോരം ഉണ്ടെന്ന് ആലോചിച്ച് നോക്ക്. കേരളം പ്രാന്താലയമാണെന്നൊക്കെ പണ്ട് പറഞ്ഞതിന്റെ എക്സ്ക്യൂസൊന്നും എടുക്കണ്ട. ഇത് പ്രാന്താലയം ആക്കുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ടോ? ഇനി പ്രാന്തന്മാരുടെ എണ്ണം അന്നേ കൂടുതലായതുകൊണ്ടാണോ ഇപ്പോഴും ഇത് പ്രാന്താലയമായിട്ട് തുടരുന്നതെന്ന് അറിയത്തില്ല. പുരോഗമിക്കാൻ ഒരു സാധ്യതയില്ലാത്ത തരത്തിലുള്ള മനുഷ്യർ ഇന്നും ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി, അല്ലെ ഇങ്ങനെ തന്നെ ഇരിക്കണം എന്ന് വാശി പിടിച്ചതിന്റെ പ്രശ്നമാണ് ഇത്രയും പരിപാടികൾക്ക് ഇത്രയും എന്താ പറയാ പ്രസക്തി, അല്ലെങ്കിൽ ഇത്രയും ആളുകളുടെ കാഴ്ചക്കാരുള്ളത്, അക്സെപ്റ്റൻസ് ഉള്ളത്. ഇത്ര ഊളത്തരങ്ങൾ വന്ന് കാണിക്കുമ്പോൾ കുറച്ച് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ പറയുന്നതും ചെയ്യുന്നതൊക്കെ വെറും താറ. ഒരു തുമ്മുന്നു, വേണ്ട കാണിക്കുന്നു, വേറത്തെ വളി വിടുന്നു, വേറത്തെ പൊറി എന്ന് പറയുന്നു, അല്ല വളി എന്ന് പറയുന്നു, ഒരുത്തം പൊറി എന്ന് പറയുന്നു, ഒരുത്തം വെള്ളത്തിൽ ചാടുന്നു, ഒരുത്തം പെണ്ണും ചെറുക്കിലൂടെ കിടന്ന് വേണ്ട കാണിക്കുന്നു. ആ കിടന്ന് കളിഞ്ഞ അഭ്യാസവും വന്നേക്കുന്നവരാണേലും നല്ല മിടുക്കന്മാരായ കുറച്ച് ആൾക്കാർ അതിനകത്ത് എത്തിപ്പെട്ടിട്ടുണ്ട്. പലരുടെയും മിടുക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. വളരെ ഫേമസ് ആയിട്ട് അവന്റെ സീക്രട്ട് ഏജന്റിനെ പോലത്തെ ആൾക്കാർ മിടുക്കനാണെന്ന് പിന്നീട് മനസ്സിലാവുകയൊക്കെ ചെയ്തു. എന്നുവെച്ചാൽ അതുപോലത്തെ ആളുകളാണ് വന്നത്. മൊത്തം ഒരുത്തനെ പോലും കൊള്ളത്തില്ല. അതാരും വിചാരിക്കണം. ഫസ്റ്റ് സീസൺ വന്നവരെ നോക്കണ്ട. അത് കഴിഞ്ഞ് വന്ന എല്ലാം ഇവിടുത്തെ നല്ല പെശടുകളായതുകൊണ്ട് പ്രത്യേകം സെലക്ട് ചെയ്താണെന്ന് ആ പെശടുകൾക്ക് മനസ്സിലായിട്ടുമില്ല. എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഇമാരെ ഓരോരുത്തരും എടുത്ത് നോക്ക്. ഈ കൂറത്തരം കാണിച്ചപ്പോൾ കുറെ ഇതുപോലത്തെ ആളുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് അവർക്ക് വ്യൂവേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അവർ ഈ പരിപാടിക്ക് സെലക്ട് ചെയ്തെന്ന് പറയുന്നതാണ്. എന്നോട് വന്ന് സംസാരിച്ചപ്പോഴേ അവർക്ക് വേണ്ടെന്ന് തീരുമാനിച്ചത്. ഓക്കിനെ അവർ റിജക്ട് ചെയ്യുകയോ ചെയ്യുന്നത്. അവർ നോക്കി മനസ്സിലായി ഇവരിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ. അപ്പൊ നമ്മളെ രീതിക്ക് പറ്റാത്ത ആൾക്കാരാണ്, അവർ റിജക്ട് ചെയ്യുന്നുണ്ട്. എനിക്കും അറിയാം, എനിക്കിനകത്ത് പോയാൽ ഒന്നും ചെയ്യാനില്ല. പിന്നെ വെറുതെ ഒരു പർട്ടിക്കുലർ കോൺട്രാക്ട് ഒരു 1 വീക്ക് അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ കുറച്ച് ഏറെ പൈസ തന്നാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ മറ്റൊരു ചെയ്ത് കൊടുത്ത് ഒത്തിരി പണി ചെയ്ത് തരാം. അതേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കോൺട്രാക്ട് ഇവരുമായിട്ട്. അല്ലാതെ അവരുടെ ഗെയിം എല്ലാം കൂടെ കളിക്കാനൊന്നും ചിലപ്പോൾ എനിക്ക് പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ ഞാൻ പറയുന്നത് എനിക്കൊരു 10 ദിവസം അല്ല 5 ദിവസത്തിന് എനിക്ക് ഇത്രയും പൈസ തരണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ വരാം. മറ്റൊരു വന്ന പോലെ ഇപ്പൊ മോഹൻലാൽ ചെന്ന പോലത്തെ ഒരു വാല്യൂ തരാമെങ്കിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇവരുടെ ഈ കോപ്രായത്തിനൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഈ പൊട്ടത്തരം കാണിക്കാൻ 10-90 ദിവസം അതിനകത്ത് നിൽക്കാന്ന് പറഞ്ഞാൽ വട്ടാണോ? അല്ലാതെ ആർക്ക് നിൽക്കാൻ പറ്റും? എനിക്ക് പറ്റത്തില്ല. ഉള്ള കാര്യം തുറന്നു പറയാം. എനിക്ക് 5 ദിവസം കൊണ്ട് പക്ഷേ ഈ പൈസ കിട്ടണം. അങ്ങനെ ഉണ്ടെ വരാം എന്നുള്ള ഒറ്റ കണ്ടീഷനെ ഞാൻ എന്ന് പറയുള്ളൂ. എനിക്ക് അതേ അറിയത്തുള്ളൂ. ഞാൻ എല്ലാവരും പറയുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ ഓക്കെ, എനിക്ക് അധികം ദിവസം നിൽക്കാനൊന്നും പറ്റത്തില്ല. ഇതിന്റെ ആരൊക്കെ വിളിക്കുന്നു അവരോട് ഗ്രാമം എനിക്ക് അധികം പറ്റത്തില്ല. പിന്നെ മോഹൻലാലിനെ പോലെ ഒരാളെ മുന്നിൽ ഞാനും മോഹൻലാലോട് കാണുന്ന ദിവസം ഈ സിനിമാ പ്രേമികളോ അല്ലാത്ത സകല മനുഷ്യരും എന്റെ വീഡിയോ ഉണ്ടാക്കുന്ന ഒരു മോഹൻലാലിന്റെ വീഡിയോ ഉണ്ടാക്കുന്ന ഒരു അടക്കം വന്ന് നോക്കാതിരിക്കത്തില്ല. അന്ന് അതിന് റേറ്റിംഗ് കുറച്ച് കൂടും. അത് ഉറപ്പാണ്. അതിന് ഭയങ്കര എന്തോ വലിയ പോലെ ആവും. എന്നുവെച്ചാൽ മോഹൻലാലിനെ കടിച്ചു കീറും, അങ്ങനെയൊക്കെ വെയിറ്റ് ചെയ്ത് വരും കുറെ പേര്. ചിലർക്ക് ഞാൻ എന്ത് മോഹൻലാലിനെ കളിയാക്കും, നേരെ നിനക്ക് ധൈര്യം ഉണ്ടോ എന്നൊക്കെ ഉള്ള രീതി. പക്ഷെ ഞാൻ ഇന്നേരെ നേരിട്ട് ഒരാളെ കണ്ട് കളിയാക്കുന്ന തരത്തിലുള്ള പരിപാടി അവതരിപ്പിച്ചിട്ടുള്ള ആളല്ല. മോഹൻലാൽ ആരാണേലും മനുഷ്യരോടൊക്കെ ഈ പറഞ്ഞ പോലെ വിരോധം ഉണ്ടായിട്ടല്ല ഇത് പറയുന്നത്. ഓരോരുത്തർ പറയുന്നത് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ ആ സമയത്ത് മനസ്സിലായി. അപ്പോഴത്തെ ആ ഒരു ഇൻസിഡന്റോ അല്ലെങ്കിൽ ഇന്നത്തെ ഇതുവരെ ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വിലയിരുത്തൽ അതിന്റെ രീതി വേറെ ആയതുകൊണ്ട് പലർക്കും തോന്നും ഞാൻ എന്തോ വേറെ ക്യാരക്ടറുള്ള ആളാണെന്ന്. ക്യാരക്ടറൊക്കെ വേറെ തന്നെയാണ്. പക്ഷെ എങ്കിൽ പോലും നേരിട്ട് ഒരാളെ ചെന്നിട്ട് ഇയാളെ കാണുമ്പോൾ കല്ലെറിയാനോ കാണുമ്പോൾ കളിയാക്കാനോ ഇങ്ങനെ കാണിക്കാനോ കോക്കറി കാണിക്കാനോ ഞാൻ പോകത്തില്ല. അപ്പൊ ആ ടീമിന് അൺസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ മോഹൻലാൽ എന്ന് പറഞ്ഞ മനുഷ്യൻ ഈ പറഞ്ഞ ചിത്രനെ പോലെ ഒരുത്തനെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ട്രോളി അവിടുത്തനാണ്, അവനെ അങ്ങ് അടിച്ചമർത്തണം, കിട്ടിക്കഴിയുമ്പോൾ കളിയാക്കണം, അല്ലെങ്കിൽ അവന് ഒരു അടിയെങ്കിലും കൊടുക്കണം എന്നൊക്കെ വിചാരിച്ച് കാണുന്നവരുണ്ട്.
അവരും അൺസാറ്റിസ്ഫൈഡ് ആയി പോകും. രണ്ട് ടീമിനും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. പിന്നെയും എന്നെ ഫോളോ ചെയ്തവർക്ക് വലിയ ദുഃഖം ഉണ്ടാകത്തില്ല. പക്ഷെ മോഹൻലാലിനെ ഫോളോ ചെയ്തവർക്കുണ്ടാകുന്ന ദുഃഖം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ മോഹൻലാലിനൊക്കെ കൂടുതൽ ഓൺലൈനിലേക്ക് ഇരുന്ന് എന്നെ എത്ര വിളിച്ചവരും എന്നെ തല്ലാൻ നടന്നവരും എനിക്കെതിരെ പോസ്റ്റ് ഇട്ടവന്മാരെല്ലാം മണ്ടന്മാരായി പോയ പോലെ തോന്നും. അപ്പൊ ഫാൻ ബേസിൽ നല്ലൊരു ഇളക്കം ഉണ്ടാവും. അതുകൊണ്ട് ഒട്ടും എടുക്കാൻ പറ്റത്തില്ല എന്നെ ഒന്നും. അത് നമുക്ക് ആദ്യം അറിയാം. കാരണം എടുത്തു കഴിഞ്ഞാൽ രണ്ടും പറ്റത്തില്ല. മോഹൻലാൽ മോശമായിട്ട് അങ്ങോട്ട് മോഹൻലാൽ വളരെ മോശപ്പെട്ടവനായി പോകും. അപ്പൊ ഇത് രണ്ടും ചെയ്യാൻ പറ്റത്തില്ല. ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തിക്ക് എന്നെ കാണുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് ഇങ്ങനത്തെ ഷോയ്ക്ക് കൊണ്ടുവന്നിട്ട് അത് രണ്ടുപേരെയും ഇൻവൈറ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ്. മനസ്സിലായി? ഇപ്പൊ വലിഞ്ഞു കയറി ചെന്നാണ് അല്ലെങ്കിൽ യാദൃശ്ചികമായിട്ട് കണ്ടാണെങ്കിൽ എന്തും പറയാം. പക്ഷെ അങ്ങനെ അല്ല ഒരു ഷോയ്ക്ക് വരുമ്പോൾ ഇൻട്രോ കൊടുക്കേണ്ടി വരും, അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു മിണ്ടേണ്ടി വരും. എന്നെ വീഡിയോ ഒക്കെ കണ്ടിട്ടില്ലെന്ന കാര്യം പറഞ്ഞാണല്ലോ തീർന്നു. കള്ളം പറയില്ല പിള്ളേർ, കള്ളം പറയുക ആൾക്കാർക്ക് മനസ്സിലാവും. അതുകൊണ്ട് അതും പറ്റത്തില്ല. അതുകൊണ്ട് ഇതൊരു ചെറിയ ലോക്കുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് എന്നെ കോക്കിനൊന്നും അങ്ങനെ അവിടെ കൊണ്ട് മോഹൻലാലുമായിട്ട് ഒന്നിപ്പിച്ചൊരു പരിപാടി നിർത്താൻ പാടാണ്. ഞാൻ പിന്നെ അതുപോലെ തന്നെ മോഹൻലാൽ എന്നല്ലാതെ ലാലിട്ടോ അയ്യോ പരിപാടി സൂപ്പറായിട്ടോ ലാലിട്ടോ ഞാൻ വെറുതെ പറഞ്ഞതെന്ന് പറയത്തുമില്ല. ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് എന്തോ അതൊന്നും മാറ്റാനൊന്നും പറ്റത്തില്ല. പറഞ്ഞതാണ്. കൈവിട്ടായതും ആവിട്ട വാക്കും കുറവിട്ട പളിയൊന്നും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഇത് രണ്ടും അല്ല തിരിച്ചെടുക്കാൻ പറ്റാത്ത, ഇതും കൂടെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അത് മോഹൻലാൽ പറയാനാ, അത് നമ്മൾ പറയുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഈ വക പരിപാടിക്കകത്ത് ഇങ്ങനെ ഒരു സാധനമുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കൊന്നും ഇതിനകത്ത് കയറാനും പറ്റില്ല. എനിക്ക് കയറിയാലും ഞാൻ പറഞ്ഞില്ലേ ഒരു 5 ദിവസം, അത് ഒരു പട്ടി ഷോ, പക്ക ഷോ, അലമ്പെന്നൊക്കെ പറഞ്ഞിട്ടല്ലോ ആ ഒരാഴ്ച കൊണ്ട് ബിഗ് ബോസ് തീർന്നു എന്ന് പറയുന്നത് എന്തെങ്കിലും കാണിക്കാൻ അങ്ങനെ ഒരു സ്റ്റൈൽ പരിപാടിയുള്ളൂ. അതായത് നിരത്തി പിടിച്ചിട്ട് നിർത്താത്ത നോൺ സ്റ്റോപ്പ് എന്റർടൈൻമെന്റ് എന്ന് പറയത്തില്ല, അങ്ങനെ വല്ലതൊക്കെ കാണിച്ചിട്ട് ഇറങ്ങുക. പക്ഷേ അത്ര നേരം കൊണ്ട് എനിക്ക് പൈസ ചാർജ് കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഞാൻ ആകെ പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും ഇപ്പോഴും പണ്ട് തൊട്ടേ ഞാൻ പറയുന്നുണ്ട്, ഈ പറഞ്ഞ ആരുടെ വിളിച്ചവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കൂടുതൽ ദിവസം നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ കോൺട്രാക്ട് നോക്കിയിട്ട് ഇത് ഇന്ന പോലെയൊക്കെ ആണെങ്കിൽ ഓക്കെ, എനിക്ക് ഇത്ര പരിപാടികളെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചാലും ആൾക്കാർ അതൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ. ഇപ്പൊ മമ്മൂട്ടിയുടെ സിനിമയിൽ മമ്മൂട്ടിയെ കൊണ്ട് അഭിനയിപ്പിക്കുമ്പോൾ മമ്മൂട്ടി ലിപ് ലോക്ക് ചെയ്യത്തില്ല. മനസ്സിലായില്ലേ? പണ്ട് തൊട്ടേ ചെയ്യത്തില്ല, ബലാത്സംഗം ചെയ്യത്തില്ല, അങ്ങനെ ഒരു ക്യാരക്ടർ പുള്ളി എടുക്കത്തില്ല. അത് ഓരോരുത്തർക്ക് ഓരോ നിലപാടൊക്കെ ഉണ്ടാവും ഈ കാര്യങ്ങൾ, അത്രയേ ഉള്ളൂ. അല്ല വലിയ ആന കാര്യമൊന്നുമില്ല. ഒരു നിവൃത്തിയില്ലാത്തവൻ ചിലപ്പോൾ വല്ലതൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ എനിക്ക് ആ നിവൃത്തി എടുക്കില്ല. അത് എന്റെ കുഴപ്പമാണോ ഇനി ആരുടെ കുഴപ്പമാണോ എനിക്കറിയത്തില്ല. മമ്മൂട്ടി മോഹൻലാൽ ഞാനൊക്കെ ഒരേ റേഞ്ചിലുള്ള ആൾക്കാരായതുകൊണ്ട് മനസ്സിലാകുന്നുണ്ടോ, പെട്ടെന്ന് കിട്ടത്തില്ല. പിടിക്കാൻ ഇപ്പം പാടാണെങ്കിലും ഇതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പിടിക്കാൻ കിട്ടുന്ന സാധനമല്ല. മനസ്സിലായോ? ഇത്തിരി കട്ടിയുള്ളതാ എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഈ പറഞ്ഞ പരിപാടിക്ക് ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട്. മനസ്സിലായി? ഇതിനകത്ത് ചെന്ന് കയറണമെങ്കിലും അതിനകത്ത് ഇത്രയും ദിവസം നിൽക്കാമെന്ന് കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോഴും ആ ഗതികെട്ടവൻ അവന്റെ ഗതികേട് അറിയാതെ, മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ കയറി ചെന്നവരെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയോ, ഒരു തരം ഐറ്റങ്ങൾ, അതിൽ കൂടുതലൊന്നും വലിയ ഡെക്കറേഷൻ ഒന്നും ഇല്ല. ഇവരെയൊക്കെ നേരിട്ട് കണ്ടാൽ അത്രയൊക്കെ മനസ്സിലാവും എല്ലാവർക്കും. എനിക്ക് ഇവരെ പലരെ അറിയാം. ഇവരൊന്നും റിയൽ ലൈഫിൽ എന്തോ ആണെന്നും ഇവരുടെ പഠിച്ചവന്മാരും ആ നാട്ടുകാർ മൊത്തം പറയുന്നുണ്ട്. വലിയ സംഭവമൊന്നുമില്ല. പിന്നെ ഓൺലൈനിൽ കിടന്നുള്ള ഈ പൊളപ്പിനകത്ത് അതേപോലത്തെ ഏരിയ ഇരുന്ന് പൊട്ടത്തരം പറയുമ്പോൾ പൊട്ടന്മാർ കേൾക്കുന്നു എന്നുള്ള കാര്യമേ ഉള്ളൂ. അല്ലാതെ വലിയ സംഭവം ആരും ചെയ്തിട്ടുള്ളവരൊന്നും ബിഗ് ബോസിൽ പോകത്തൊന്നുമില്ല. അത് അറിയാത്തതുകൊണ്ടാണ്. പിന്നെ എന്നെ പോലത്തെ ഒരു സാധനം വരുന്നതിനകത്ത് ഞാൻ അത്ര വലിയ പുള്ളിയൊന്നും അല്ല. പക്ഷെ എങ്കിൽ പോലും ഇമ്മാർ അത്രയും തറയല്ല. അത് ഇതുവരെ അവതരിപ്പിച്ച പരിപാടിക്കകത്ത് തറ ഞാൻ കണ്ടില്ല എന്റെ വീഡിയോക്കകത്ത്. അതെനിക്ക് നല്ല ഉറപ്പാണ്. അതിൽ ഈ പറയുമ്പോൾ കാണിക്കുന്ന പരിപാടി ഞാൻ കാണിക്കാറില്ല. പിന്നെ യൂട്യൂബർ, വ്ളോഗർ, ഇൻഫ്ലുവൻസർ എന്നുള്ള പേര് പലത് വന്നു. ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോൾ ഈ പേര് പോലും ഇല്ല. ഇതിനെന്ത് പേര് വിളിക്കുമെന്ന് അറിയാതെ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് സാമൂഹ്യ വിമർശകൻ. പിന്നെന്തോ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആണ് വ്ളോഗർ വന്നത്. ഓ ഇവരൊക്കെ വ്ളോഗേഴ്സ്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി ഇതിന് വ്ളോഗിംഗ് എന്നാണ്. ഓക്കെ അപ്പൊ വ്ളോഗർ ആണല്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ കേൾക്കുന്നത് ഇൻഫ്ലുവൻസർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. താങ്കൾ ഇൻഫ്ലുവൻസർ ആണല്ലോ. അയ്യോ അതെ വേഗണക്കുള്ള സാധനം യൂട്യൂബിൽ കിടന്ന് വീഡിയോ ഇടുന്നത് യൂട്യൂബർ. എന്തൊക്കെയോ വാക്കുകൾ പിന്നീട് ഉണ്ടാകട്ടോ. ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയ സമയത്ത് ഈ വാക്കുകൾ ഇല്ലടേ. അന്ന് ഇവിടെ ഈ ജിയോ ഇല്ലാത്തതുകൊണ്ട് ഈ നാട്ടിലുള്ള ഒരു വീഡിയോ കാണുന്ന പോലും ഇല്ല. ഗൾഫിലൊക്കെ ഉള്ളവർ മാത്രമേ ആ വീഡിയോ കണ്ടിട്ടുള്ളൂ. ഞാൻ വീഡിയോ അല്ലാതെ പോസ്റ്റ് ഫോട്ടോ ഇട്ടിട്ടുള്ള ഇതൊന്നും ചെയ്യുന്ന ആളല്ല. ഫോട്ടോ ഇട്ട് എഴുതി വിടുക, അങ്ങനെ ചെയ്ത് എഡിറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും ആക്കി മാറ്റുന്നതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ എന്റെ സ്വരത്തിൽ ഞാൻ തന്നെ വന്നിരുന്ന് അത്രയും ക്ലിയർ ആയിട്ട് ഐഡന്റിറ്റിയോടുകൂടി പറയുന്ന സംഭവമാണ് ഇത്. അപ്പോൾ ചിലർ അന്ന് പറഞ്ഞത് നിന്റെ ഐഡന്റിറ്റി പറയടാം, എന്നിട്ട് വീഡിയോ അഡ്രസ്സോ ഐഡന്റിറ്റി എന്ന് അവർ വിചാരിക്കുന്നു. ആൾക്കുള്ള ഇത് ഞാൻ നേരെ വന്നിരുന്ന് എന്റെ ശബ്ദവും രൂപവും ഭാവവും എല്ലാം കണ്ടിട്ടും വീണ്ടും വന്നിട്ട് നിന്റെ ഐഡന്റിറ്റി അറിയാത്തോ എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. അതുപോലത്തെ ഒരു ബിഗ് ബോസ് കാണുന്നുണ്ടാവും. മറ്റുള്ള ഈ പറഞ്ഞ പിന്നീട് ഈ പറഞ്ഞ ഇതിനകത്ത് കണ്ടസ്റ്റന്റ് ആയിട്ട് വന്ന പല യൂട്യൂബർ, ഇൻഫ്ലുവൻസർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, പിന്നെന്താണ് എന്തൊക്കെയോ പേരിൽ അറിയപ്പെടുന്ന ആളുകൾ എല്ലാവരും വന്നിട്ടുണ്ടാവും. അവർക്ക് ഇതിന് പറ്റിയ ആൾക്കാർ വന്നു, അല്ലാത്തവർ അവർ എടുക്കത്തില്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഇതിനകത്ത് എടുത്തതും പെർഫോം ചെയ്തതും ഒക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഐറ്റംസ് അതാ നാട്ടിലെ ഒരു എല്ലാവർക്കും അറിയാം ഇതൊരു ഐറ്റം ആയിരുന്നു എന്ന്. എന്റെ നാട്ടിൽ ഇങ്ങനത്തെ ഐറ്റങ്ങൾ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവരെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ പല നാട്ടിലെയും ഐറ്റംസിനെ അല്ലേ ആ നാട്ടുകാർ കാണുന്നില്ലേ? നിങ്ങളത് കണ്ടിട്ടില്ലേ? അറിയാവുന്നവരുണ്ടല്ലോ അല്ലേ? ഈ പരിപാടി കാണാത്ത ആളുകളും എന്നാൽ അങ്ങനെയുള്ളവർക്ക് അറിയാം ഇതൊരു പഴയ ഐറ്റം ആണ് ഇവൻ. എന്നാൽ ഈ പരിപാടി കണ്ടിരിക്കുന്നവർ മനസ്സിലാകത്തില്ല. അവൻ ചിലപ്പോൾ ഇവനെ അറിഞ്ഞു കാണത്തില്ല. അവൻ പുറത്തോട്ട് പോലും അത് ഇറങ്ങാത്ത ഒരാളായിരിക്കും. സോഷ്യൽ ഇന്ററാക്ഷൻസ് കുറവുള്ള, ഈ പൊതുസ്ഥലത്ത് എന്താ നടന്നതെന്ന് അറിയാത്ത കുറേ ജീവിതങ്ങൾ ഇതിനകത്തുണ്ട്. അവർക്ക് ചിലപ്പോൾ അവരുടെ നാട്ടിൽ നടന്ന സംഭവം അറിയാത്തതുകൊണ്ട് ചിലപ്പോൾ ഈ പറഞ്ഞ കണ്ടസ്റ്റൻസിനെ പറ്റി അറിയത്തില്ലായിരിക്കും. ഈ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ മാത്രമേ ഇവരെ കണ്ടു കാണത്തുള്ളൂ. എൻ്റെ നാട്ടിൽ അങ്ങനെയല്ല കേട്ടോ. എന്നെ അറിയാവുന്നത് നേരത്തെ തൊട്ടേ എന്നെ അറിയാം. ഇത് തന്നെയാണ് സ്വഭാവം എന്നറിയാം. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നവനാണെന്നറിയാം. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. അല്ല വേറെന്താ പറയാൻ. ഈ അതല്ലാത്ത ആൾക്കാർ വരുമ്പോൾ എന്നാന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഇവർ പുറത്ത് പലയിടത്ത് പോയിരിക്കുമ്പോൾ അവരുടേതായ ഒരു കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ടല്ലാതെ വേറെ സ്ഥലത്ത് സംസാരിച്ച് ഇവരെ കൊണ്ട് ഒക്കത്തുമില്ല. അത് നമ്മുടെ ഇവരുടെ ഇടപാട് കാണുമ്പോൾ അറിയാം.
പിന്നെ ടി വി പ്രോഗ്രാമും അതുപോലെ തന്നെ ഇന്റർവ്യൂസ് ഒക്കെ വരുമ്പോൾ എന്താ പറ്റുക വെച്ചാൽ അവരുടെ ചാനലിൽ അവൻ സഹകരിക്കുന്ന ഒരാളായതുകൊണ്ട് അതിനോട് കുത്തി ചോദിക്കത്തുന്നില്ല, ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ കുറവ്, പലതും പ്ലാൻഡ് ആണ്. അങ്ങനെ ചെയ്യാത്ത ഒരാളെന്ന നിലയ്ക്ക് എന്നോട് എന്ത് ഫ്രീ ആയിട്ട് വേണം ചോദിക്കാം. ഞാനൊരു ചോദ്യം പോലും അവരോട് പറയത്തില്ല, ഇന്ന പോലെ ചോദിക്കണം, എല്ലാവരും ചോദിക്കാൻ പാടില്ല, അങ്ങനെ ഒരു കാര്യം ഞാൻ പറയത്തില്ല. ഞാൻ പറയുന്നു, കഴിഞ്ഞ പ്രാവശ്യം കിംബോയി ഈ ടൈഗറിനൊക്കെ കൊടുക്കുന്നപ്പോൾ ഒരു കാര്യം ഞാൻ ചാനലുകൾ പറഞ്ഞു, ഇവരെ പ്രൊവോക്ക് ചെയ്ത് സംസാരിക്കുക, അവരെ എതിർക്കുന്ന ഒരാളോ അല്ല ഞാൻ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. വേണം ചുമ്മാ സാധാരണ ഗതി ഞാൻ ഇവരോട് ഇടപെടുന്നത് എങ്ങനെയാണോ അങ്ങനെ ഇടപെടാന്ന് പറഞ്ഞിട്ടാണ് ആ പരിപാടിക്ക് അറ്റൻഡ് ചെയ്തത്. പക്ഷെ മറ്റവർ അങ്ങനല്ല, അവർ മനഃപൂർവ്വം പ്രൊവോക്ക് ചെയ്ത് സംസാരിക്കുന്ന പോലെ ഞാൻ ചെയ്യും കേട്ടോ ചേട്ടാ, അപ്പോൾ ഓക്കെ നമുക്ക് പറഞ്ഞേക്കാം, ഞാൻ എന്നെ ചൂടാവും, ഞാൻ ദേഷ്യപ്പെടും, ഞാൻ മൈക്ക് എടുത്തെറിയും, ഞാൻ ചീത്ത വിളിക്കും എന്നൊക്കെ പറയുന്ന പരിപാടി കാണുന്നത്. അല്ലാതെ വേറൊന്നും അങ്ങനെ വന്ന് ചോദിക്കുന്ന ഒരു കുറവാണ്. അല്ലെ പിന്നെ ഇവരൊക്കെ ഞാൻ ഇന്റർവ്യൂ ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. പിടിച്ചിരുത്തി നമ്മളെ തന്നെ ചാനലിൽ കൊണ്ടിരുത്തിയിട്ട് ഓരോരുത്തർ ഇന്റർവ്യൂ ചെയ്തൊക്കെ ഒരുമാതിരിപ്പെട്ട മണ്ടത്തരമൊക്കെ പിടിക്കാൻ പറ്റും. ഒരുമാതിരിപ്പെട്ട ഞാൻ എനിക്ക് 10ൽ 6 മാർക്ക് IQ ലെവലിലുള്ള ഒരാളാണ്, 10ൽ 8 പോലും ഇല്ല. ഈ 6 റേഞ്ച് മീഡിയം ആവറേജ്, എന്താ പറയുക, ആവറേജ് സ്റ്റുഡൻസ് എന്ന് പറയും. ഇവരൊക്കെ അവർ ജയിക്കുന്നൊക്കെ ഉള്ളൂ, ഒരു ആവറേജ് തോക്കാൻ സാധ്യതയുണ്ട്, അല്ലെ തോറ്റു പോകും, അങ്ങനത്തെ ഒരു ടൈപ്പ്. EQ ലെവലിലാണെങ്കിലും ചിലപ്പോൾ ഒരു വെറുതെ സിനിമ കണ്ടാൽ കരയും. അച്ഛൻ മരിച്ചാലും കരയത്തില്ല ഇവിടെ, മനസ്സിലാകുന്നുണ്ടോ? അമ്മ മരിച്ചാലും കരയത്തില്ല, ഏറ്റവും സ്നേഹിക്കുന്നു എന്ന് നമുക്ക് സ്നേഹമുള്ള ഒരാൾ കഴിച്ചാലും കരയാനൊന്നും പോകത്തില്ല. അതാണ് IQ ലെവൽ. എനിക്കൊരു 8, 9 ഒക്കെ കാണും ചിലപ്പോൾ. അല്ലെ വേറെ എന്തെങ്കിലും ഇങ്ങനത്തെ ഇമോഷൻ വരാറില്ല. തീട്ട ഇമോഷൻസ് എന്ന് പറയുന്നത് ഇമോഷൻ ഒരു തീട്ടമാണ്. അത് തീട്ടത്തിനൊക്കെ വേഴ്സാണ്. ശരീരത്തുള്ളതിൽ ഏറ്റവും താറ സാധനങ്ങളാണ് സെന്റിമെന്റ്സും ഇമോഷൻസും. അതിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, നിങ്ങൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത് പറഞ്ഞു തുടങ്ങും. ഇമോഷൻസും സെന്റിമെന്റ്സും ഫേക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. സെന്റിമെന്റ്സ് കൊണ്ട് ഒരു പ്രയോജനം ഒരു മനുഷ്യനുണ്ടാകത്തില്ല. ഇത് തെറ്റിദ്ധരിക്കരുത്. എമ്പതി എന്ന് പറയുന്ന സാധനം ഉള്ളതുകൊണ്ട് ചിലർ പറയുന്നത് സിമ്പതി ആണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. എമ്പതി സിമ്പതി രണ്ടാണ്. സിമ്പതൈസ് ചെയ്യുന്നവർ എമ്പതി ചെയ്യാൻ സാധ്യത കുറവാണ്. എമ്പതി ഉള്ളവർക്ക് സിമ്പതി ഉള്ളവർ തോന്നും, പക്ഷെ അതല്ല. ശരിക്കും എമ്പതി ഉള്ളവരെ കൊണ്ട് എന്തെങ്കിലും പറയാൻ ഒരാൾക്ക് ഉണ്ടായിട്ടുള്ള. അല്ല സിമ്പതൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്റെ വീട്ടിൽ പോയി ഭയങ്കര സിമ്പതി, ആശുപത്രി കിടന്നല്ലേ, വയ്യല്ലേ, കഷ്ടമായി പോയി 2 ദിവസം എന്ന് പറഞ്ഞ് എനിക്കത് കണ്ടിട്ട് ഇമോഷണൽ ആവുക, സിമ്പതി ഇമോഷൻ ഇങ്ങനെ കളിക്കും. അതേസമയം എമ്പതി ഉള്ള ഒരാളാണ് അവിടെ ചെന്നിരുന്ന ചിലപ്പോൾ ഈ രണ്ടും കാണിക്കാതെ ആൾ ചിലപ്പോൾ അയാളുടെ ബില്ല് പേ ചെയ്യുമോ, അല്ലെങ്കിൽ ആ ബൈസ്റ്റാൻഡർ പറയാൻ നീ വീട്ടിൽ പോയി ഞാൻ ഇരുന്നോളാന്നെങ്കിലും പറയും. മനസ്സിലായോ? അത് ചെയ്യാതെ മറ്റേ സാധനം കാണിക്കുന്ന എന്തോ മഹത്തായ സംഭവമാണെന്ന് വിശ്വസിക്കുന്നവർ ഇവിടെ ഉള്ളവർ. അവർക്ക് അതുകൊണ്ട് ഇതൊക്കെ പറ്റത്തുള്ളൂ. അതിനിപ്പോൾ അതിനെപ്പറ്റി വിശദമായ ക്ലാസ്സിൽ വീണ്ടും ഞാൻ വേറെ വീഡിയോയിൽ എൻ്റെ തന്നെ കണ്ടത്തിലായതുകൊണ്ട് എനിക്കിത് അറിയത്തില്ല. ഇതുപോലെ ശാസ്ത്രീയമായി നയിച്ചിട്ടുണ്ടോ ഇല്ലയോ, അശാസ്ത്രീയമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ കാര്യം എന്ന് പറഞ്ഞത്